ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കിരണും ആദർശവും നയനയും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഏൻ ജ്വല്ലറുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അവരാണ് മൂർത്തി ജ്വല്ലറുടെ തകർച്ചയ്ക്ക് പിന്നിലെങ്കിൽ അവരെ വെറുതെ വിട്ടുകൂടാ. പിന്നീട് കിരണിനോട് ആദർശ് പറഞ്ഞു, അതെ ഞാൻ കുറച്ച് വളഞ്ഞ വഴി സ്വീകരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അല്ല അത് എന്താന്ന് ചോദിക്കണം. അതെന്താന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഈ പറയുന്ന ഏൻ ജ്വല്ലറിക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റരുത്. നമ്മൾ അവർക്ക് നേരെ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് ആ രീതിയിലുള്ള നീക്കം വേണം നടത്താനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അറിയാലോ. അറിയാം, പക്ഷേ എങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരിൽ നിന്ന് കുറെ വിവരങ്ങളൊക്കെ ചോർത്തി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത്ര എളുപ്പം ആ വിവരങ്ങളൊന്നും കിട്ടത്തില്ല. അതിന് ഞാനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആദർശ് പറഞ്ഞു. മാർഗോ? എന്ത് മാർഗം എന്ന് കിരൺ ചോദിച്ചു. വേഷം മാറുക, വേഷം മാറി ചെല്ലുക എന്ന് പറഞ്ഞു. വേഷം മാറാനോ? അതെ, വേഷം മാറി അയാളുടെ അടുത്തേക്ക് ചെല്ലുക. എൻ ജ്വല്ലറുടെ MD-യുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്കറിയാം ഇത്ര റിസ്ക് പിടിച്ചാണ്. പക്ഷേങ്കിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശൻ നേരായ വഴിയാ പോകുന്നെങ്കിൽ ഞാൻ ഇച്ചിരി വളഞ്ഞ വഴി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ ഒരു രക്ഷയില്ല കിരണേ. ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരണിനും തോന്നി നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് നീ ചെയ്തോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. നിന്റെ കൂടെ ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാനും കല്യാണിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് നയനയും കൂടെ തിരികെ ഗസ്റ്റ് ഹൗസിലേക്ക് പോരുവാണ്. ആ സമയത്ത് അനി ആദ്യ ദിവസമാണ്, കമ്പനി MD സ്ഥാനം എടുക്കുന്ന ആദ്യ ദിവസമാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയുടെ ഒക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അനി പോകുന്നത്. എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് കമ്പനിയിലേക്ക് ചെല്ലുന്നത്. പക്ഷേങ്കിൽ എനിക്കൊരു പേടിയാണ്. കാരണം നിസ്സാര കാര്യമല്ല MD കസാര എന്ന് പറഞ്ഞാൽ അത്തെ കയറി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. കാരണം അവിടുത്തെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭാരിച്ച ഉത്തരവാദിത്വം തലയിലേക്ക് കയറുന്നേ. പിന്നെ ഒന്നിനും സമയം കിട്ടത്തില്ല. ആദർശേട്ടനാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ തനിക്ക് അങ്ങനെയല്ല. തനിക്ക് 2-3 ബ്രാഞ്ച് നോക്കിയിട്ടുള്ള ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ജ്വല്ലറിയും മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനാണ്. ജയനും അജയനും ഒക്കെ ഉണ്ടായിരുന്നു അനിയോടൊപ്പം. പിന്നീട് MD-യുടെ ക്യാബിനിലേക്ക് ചെല്ലുവാണ്. അപ്പം എനിക്ക് പുതിയ MD-ക്ക് നല്ല സ്വീകരണം തന്നെയാണ് കമ്പനി കിട്ടുന്നത്. അങ്ങനെ എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അനിയുടെ ക്യാബിനിലേക്ക് ജയനും അജയനും കൂടെ ചേർന്ന് കൊണ്ടുവന്നു. ആ കസേര കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മടിയിരിക്കാനായിട്ട്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എടാ ഇനി നീ ഒന്നും നോക്കണ്ട, നീ അങ്ങനെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഐശ്വര്യമായിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് കയറി ഇരിക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം ജയനും അജയനും ഒക്കെ സന്തോഷമായി. ഒരു പക്ഷേ അനി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളായിരിക്കും അവിടെ വന്ന് ഇരിക്കാനായിട്ട് പോകുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി കമ്പനിക്ക് എന്തെങ്കിലും തകർച്ചയുണ്ടായി പോലും അത് അത്ര പെട്ടെന്നൊന്നും നികത്താനും പറ്റില്ല. വന്നിരിക്കുന്ന ആൾ എങ്ങനത്തെയുള്ള ആളെന്നും പറയാനും പറ്റില്ല. കമ്പനിയെ നശിപ്പിക്കാനുള്ള ആളാണോ എന്നും പറയാൻ പറ്റില്ല. കുടുംബത്തിലുള്ള ഒരാളാണ് പ്രശ്നമില്ല. നാളെ ഒരു പക്ഷേങ്കിൽ ആദർശ് വീട്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അനി ആയതുകൊണ്ട് ആ സ്ഥാനം കൊടുക്കും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ അനി ക്യാബിനിൽ കയറി തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദർശിനോട് ചോദിച്ചോളാനായിട്ട് ജയനും അജയനും പറയുകയും ചെയ്തു. അതിനുശേഷം അനി ആദർശിനെ വിളിക്കുകയാണ്. ആദർശിനെ വിളിച്ചിട്ട് താൻ കമ്പനിയുടെ MD ആയിട്ട് സ്ഥാനമേറ്റെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് ബെസ്റ്റ് വിഷസ് ഒക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം നിനക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഈ സമയത്താണെങ്കിലോ അബിക്കിട്ട് നല്ല പണി കിട്ടുക തന്നെ ചെയ്തു. നവ്യ അബിയെ പൊളിച്ചെടുക്കുന്നുണ്ട്. ചന്തുമോളം കൊണ്ട് പുറത്തു പോയതിൻ്റെ പേരിൽ അബിക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു. ഒടുവിൽ അബി എങ്ങനെയൊക്കെയോ കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നവ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാത്തിനും കാരണം അമ്മായിയാണ്. അമ്മായി പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയെ ഒന്ന് തന്നോട് അടുപ്പിക്കുന്നുണ്ട്. ഒടുവിൽ നവ്യക്ക് തോന്നി ശരിയായിരിക്കും, അബിയുടെ കഷ്ടകാല സമയമായതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും നവ്യ പറയാനൊന്നും പോയില്ല. പക്ഷേങ്കിൽ അനി കമ്പനിയിലേക്ക് കയറി MD ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. അബി പറഞ്ഞു, എനിക്ക് കമ്പനിയിൽ ഒരു സ്ഥാനം പോലും ഇല്ല, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ കണ്ടില്ലേ എന്നെക്കാളും ഇളയതാ അവനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനിട്ടൊരു പണി കൊടുക്കാന്ന് പറയണം. അബി പറഞ്ഞു, അത് ശരിയാ, എൻ്റെ മനസ്സിലും ചില പ്ലാനുകളുണ്ട്. ഒരു പക്ഷേങ്കിൽ അവൻ അവിടെ ഇരുന്ന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവനെ ആ MD സ്ഥാനത്തുനിന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞു.
നവ്യ പറഞ്ഞു അത് ശരിയാ, എനിക്കല്ലേലും ഇച്ചിരി ഇത് കൂടുതലുണ്ട്. കാരണം അബിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് അവനല്ലേ, അനിയല്ലേ. അവൻ ആ കസേര ഞങ്ങൾ ഞെളിഞ്ഞു കയറി ഇരിക്കണ്ട, അവനായിട്ടുള്ള പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം അനിയുടെ MD കസേര തെറിപ്പിക്കാനായിട്ട്. അതേ സമയത്ത് നാഗേന്ദ്രനും അവന്റെയും കൂടെ കണ്ടുമുട്ടുവാണ്. പിന്നീട് അനി പുതിയ MD ആന്നുള്ള കാര്യങ്ങളൊക്കെ നാഗേന്ദ്രനോട് പറയാണ് അവന്തിക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു മോളേന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ ചേട്ടനുണ്ടല്ലോ അബിയെ കഴിഞ്ഞ ദിവസം ഡേവിഡ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അധികം വൈകാതെ തന്നെ AN ജ്വല്ലറിൽ അവനൊരു സ്ഥാനം കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും അവന്തിക പറഞ്ഞു എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണോ അച്ഛാ. ശരിക്കും പറഞ്ഞ അഭിയേട്ടനും അമ്മയും അവിടെ കിടന്ന് നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയാ മോളെ, പക്ഷേങ്കിൽ അങ്ങനെ നേരിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നബിയുടെ റെക്കമെൻഡേഷൻ വഴിയാന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പോൾ പുതിയ ജ്വല്ലറി തുടങ്ങുന്നുണ്ടല്ലോ, ഈ വിഷുവിന് എന്തായാലും പുതിയ ജ്വല്ലറി ഓപ്പൺ ചെയ്യും. ആ സമയത്ത് അവനെ കമ്പനിയുടെ മാനേജർ ആക്കാനായിട്ടാണ് എൻ്റെ തീരുമാനം. അത് നബിയുടെ റെക്കമെൻഡേഷൻ മൂലം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ അബിക്ക് ഭയങ്കര സന്തോഷമാവുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അവനിപ്പോൾ അവിടെ വേണം, ആ വീട്ടിൽ വേണം, അറിയാലോ. അവനെ കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്തി പറഞ്ഞു ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ നല്ല ഇതാണ്. കാരണം മുത്തശ്ശിയും മുത്തശ്ശനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കുന്ന കാണാം. കാരണം ആദർശൻ നയനും വീട് വിട്ടു പോയിരിക്കില്ല. അതിന്റെ പേരില് വല്യമ്മയ്ക്കാണല്ലോ ഭയങ്കര വിഷമം. ഈ പറയുന്ന മുത്തശ്ശന് ക്ഷേത്രത്തിൽ വെച്ച് ആദർശേണ്ണ നയനീച്ചയും കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്നുണ്ടായിരുന്നു അമ്മായി അവിടെയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം മോളെ. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനി കയറിയില്ലോ MD കസാരിലേക്ക്. അധികം വൈകാതെ മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പടമാവും. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാനുള്ള പ്രതികാരം ചെയ്യണം. ഞാൻ അവിടെ നിന്ന് നാണം കെട്ടാൻ മോളെ ഇറങ്ങിപ്പോന്നേ. അപ്പം അതിനിടെ പ്രതികാരം അത് ഒന്നേ തൊട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. ഈ തവണത്തെ വിഷു നമ്മൾ അങ്ങോട്ട് പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവന്തി പറഞ്ഞു അച്ഛൻ എന്ത് വേണം ചെയ്തോ, എൻ്റെ എന്തേലും സഹായം വേണമെങ്കിൽ ആ സമയത്ത് ചോദിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാം. ഇപ്പം എന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. പോരാത്തതിന് അമ്മയും അഭിയേട്ടനൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനന്തപുരിക്കാരുടെ ഒപ്പമാണെന്നാ. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ എൻ്റെ തനി സ്വരൂപം എന്താന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അമ്മയും അഭിയേട്ടനൊക്കെ വീട്ടിലുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറില്ല. അവർക്ക് പേടിയാ ഞാൻ മുത്തശ്ശനോടോ മുത്തശ്ശിയോടൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് ഓർത്തിട്ട്. നാഗേന്ദ്രൻ പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെ മോളെ, അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് എന്ത് ചെയ്തു, വേഷം മാറുവാണ്. പഞ്ചാബിയുടെ വേഷത്തിൽ, ഈ വേഷത്തിൽ വേണം AN ജ്വല്ലറിയുടെ MD അടുത്തേക്ക് പോകാനായിട്ട്. ഒരു ഡീൽ ഉറപ്പിക്കാനെന്ന് വ്യാജേന വേണം ചെല്ലാനായിട്ട്. അങ്ങനെ വേഷം മാറുവാണ്. ഈ വേഷമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു കൊള്ളാം, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദർശ് എന്നെ ചേരുന്നുണ്ട്. ഇപ്പം അയാൾക്ക് കണ്ട സംശയമൊന്നും തോന്നത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു AN ജ്വല്ലറിയുടെ MDക്ക്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അത് ശരിയാ, അതുകൊണ്ട് ധൈര്യമായിട്ട് പോവാം. അയാളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല നമ്മളിങ്ങനെ ഒരു വേഷത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുമെന്നുള്ള കാര്യം. പിന്നീട് കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കിരൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ഇറങ്ങി ചെല്ലുവാണ്. ആദ്യം കിരണ് പെട്ടെന്നൊരു സന്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് ആദർശ് എന്ന് പറഞ്ഞപ്പം ആദർശിനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ആദർശ് തൻ്റെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞു. ഞാൻ എന്താണെങ്കിലും അയാളെ കാണാൻ തന്നെ തീരുമാനിച്ചു. അയാളുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒത്താൽ അയാൾ ഇതിനകത്ത് വീഴും. പല സത്യങ്ങളും നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം AN ജ്വല്ലറി കയറിക്കൊണ്ടിരിക്കുമല്ലേ, പോരാത്തേനെ ഇപ്പോൾ പുതിയ ജ്വല്ലറി തുടങ്ങാൻ പോവല്ലേ. അപ്പം അവർക്ക് കുറേ സ്വർണം കടത്തി കൊടുക്കാന്നുള്ള പേര് ചെല്ലാൻ തന്നെ ഞാൻ വിചാരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സർവ്വ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ പ്ലാനുമൊക്കെ ആയിട്ട് ആദർശ് നേരെ AN ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നയനയ്ക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും ആദർശേട്ടൻ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. ഇവിടെ ജയിച്ചില്ലെങ്കിൽ താങ്കത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. അധികം നാളൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. ഈ വിഷുവിന് അവരെന്താണ് കത്തി കയറുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ എങ്കിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. തങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ചെയ്യണം. അതിനു മുമ്പ് അവരുടെ കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ എന്നൊരു ചിന്തയായിരുന്നു നയനയുടെ മനസ്സിലും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.